കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് ആങ്കർ ഉൾപ്പെടെ സംസാരിക്കുന്നു. അപ്പോൾ അതിന് പറ്റാവുന്നൊരു സമയം എനിക്ക് തരണം എന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണോ എന്നുള്ളതാണ് മലയാളിക്ക് മുമ്പിലുള്ള മൗലികമായ ചോദ്യം. പിന്നല്ലാതെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സംസാരിച്ച രണ്ടുപേരും പറയുന്നത് കേട്ടാൽ തോന്നുക ഇതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള കുറേ തകരാറുകളുണ്ട്, അതുപോലെ തന്നെ നിയമപരമായി കുറേ തകരാറുകളുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണല്ലോ അവർ പറയുന്നത്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നത്. ഇത്രയും കാലം അവർ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ രാജ്യത്ത് റെയിൽവേ പദ്ധതികൾക്ക് പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ല. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. ഇതിന് പൂർണ്ണമായ അനുമതി കിട്ടി എന്ന് CPM ധരിച്ചു എന്ന് പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല. കാരണം ഞാൻ തന്നെ പല ചർച്ചകളിലും നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര റെയിൽവേ മന്ത്രി എടുത്തിരിക്കുന്ന ചർച്ചയിലെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഞങ്ങൾ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി പദ്ധതി കിട്ടിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ സ്ഥിരമായിട്ട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം പദ്ധതിയല്ല, കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പദ്ധതിയാണ്. ഇത്തരമൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അഭ്യർത്ഥിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള യോഗത്തിൽ വെച്ചാണ് സംസ്ഥാനങ്ങളോട് റെയിൽവേയുമായി ചേർന്നുകൊണ്ട് സംയുക്ത പദ്ധതികൾ വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തുള്ള 8 സംസ്ഥാനങ്ങൾ ഇത്തരം പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് കേരളം. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറേ കാണാൻ തുടങ്ങിയിട്ട്. കേരളം കൊടുത്ത പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സമയത്ത് റെയിൽവേയിൽ ചർച്ച നടന്നല്ലോ. ആ ചർച്ച നടന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ എല്ലാ ശ്രദ്ധയിലുണ്ട്. ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാമുള്ള കാര്യം. ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടിയിലുണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം അറിയുന്ന. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ടാണോ കോട്ടയം സ്വദേശികൾ കേസ് കൊടുത്തത്? അന്നവർ പറഞ്ഞത് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി ഉണ്ട് എന്നാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, റെയിൽവേ ഹൈക്കോടതി പറഞ്ഞാണ് ഭൂമി ഏറ്റെടുക്കാനും സാമൂഹിക ആഘാത പഠനം നടത്താനും റെയിൽവേയുടെ അനുമതി വേണ്ട. ഈ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറെ ആരുമില്ല, റെയിൽവേ. പിന്നെ ചിലർക്ക് ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് വികസനം വന്നുകൂടാ. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. ആളുകൾ ചേർന്ന് തടസ്സം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജില്ലയിലാണല്ലോ കീഴാറ്റൂർ, നിങ്ങൾ ഒരുപാട് കാലം ചർച്ച ചെയ്താണല്ലോ. നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ കീഴാറ്റൂർ സമരത്തിന് ഞങ്ങൾ ഒരു കാരണവശാലും അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയുള്ള നാടല്ലേ കേരളം. എന്തോ ആളാക്കിയതാണല്ലേ. എന്താണ് കീഴാറ്റൂർ ഇന്നത്തെ അവസ്ഥ എന്ന് നിങ്ങൾ വന്ന് നോക്കണം. അവിടെ അന്ന് എതിരായി നിന്ന് അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ചല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചി ഉണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? ഗവൺമെന്റിനെതിരായിട്ട് കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് തേടി പിടിക്കാനാണല്ലോ നിങ്ങൾ. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഇത്തരം പദ്ധതികളുടെ പരമായി ഏത് പദ്ധതി വരുമ്പോഴും നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എതിർപ്പുണ്ടാവും. സ്വാഭാവികമായിട്ടും വീടും ഭൂമിയും നഷ്ടപ്പെടുന്നവർക്ക് എതിർപ്പുണ്ടാവും. അവരെ സംഘടിപ്പിച്ച് പ്രകോപനം ഉണ്ടാക്കി പദ്ധതി തടയുക അത് എളുപ്പമാണ്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. നമ്മുടെ ജില്ലയിൽ നേരത്തെ ഒരു കെമിക്കൽ ഫാക്ടറി വരുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് നടന്ന പ്രചരണം എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകളെല്ലാം കറുത്തു പോകുന്നതാണ്. കമ്പനി പൂട്ടിക്കെട്ടിപ്പോയി. പക്ഷെ കർണാടകയിൽ ആ കമ്പനി വന്നു. അത് വന്നിട്ട് 15 കൊല്ലായി. അവിടെ ആരും കറുത്തുപോയില്ല. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് CM പ്രകാശൻ അങ്ങനെ ജനങ്ങളെ ഒപ്പം നിർത്തി സമരം ചെയ്ത് പല പദ്ധതികളെ കുറിച്ചുമൊക്കെ ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ആരാണെന്നുള്ള കണക്കെടുപ്പിലേക്ക് നമ്മൾ പോകണ്ട. ഞാൻ ചോദിച്ച ചോദ്യം മുമ്പെടുത്തതിന് വ്യത്യസ്തമായി കേരളത്തിനെതിരെ ഇപ്പോൾ കേന്ദ്രം ഒരു നിലപാടെടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 15 നിമിഷം നിങ്ങളും രണ്ടുപേരും ചേർന്ന് കേരളത്തിനെതിരായിട്ട് ഒരുപാട് കാര്യം പറഞ്ഞു കൂട്ടി. എനിക്ക് 4ാമത്തെ മിനിറ്റാകുമ്പോൾ നിങ്ങൾ എവിടെ നിന്നില്ല. ഞാൻ പറയാനുള്ളത് പറയട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. ഒറ്റപ്പെട്ട കാര്യമല്ല. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സമീപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10ാം ധന കമ്മീഷൻ 3.4% നികുതി കേരളത്തിൽ കൊടുത്തപ്പോ ഇപ്പോ കൊടുക്കുന്നത് 1.9%. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. പറയാൻ നിങ്ങൾക്ക് നാക്കിലെ ചർച്ചയ്ക്ക് സമയമില്ല. കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ ഒന്നും തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് അരവാക്ക് വാദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഈ പദ്ധതി തടയലാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാം. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി ഒരു കാര്യം ബഹുമാനോട് മുഖ്യമന്ത്രി പറഞ്ഞില്ല. നിലപാട് എന്താ? നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ പദ്ധതി എന്നാണ്. നിലപാടുകൾ മാറ്റിയിട്ടില്ല. അത് ശരി. നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിലുള്ളത്.
കേന്ദ്ര നിലപാട് മാറ്റുന്നതിന് വേണ്ടി അനുമതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും കേന്ദ്ര നിലപാട് തിരുത്തിക്കാൻ ഇടപെടണം. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇവിടെ ഭയം ഉണ്ടായതല്ല, ഭയം ഉണ്ടാക്കിയതാണ്. കേരളത്തിലെ സ്ഥലം പോകുന്ന ആളുകൾക്ക് ഭയം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ഭയം ഉണ്ടായതൊന്നുമല്ല. അങ്ങനെ ഭയമുണ്ടാക്കി ഒരു പദ്ധതിയെ തടയാൻ വേണ്ടി കഴിയുന്നു എന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാം. വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്ത്? അല്ല, ആര് ഭയം ഉണ്ടാക്കിയെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ചരിത്രം എന്ന് പറയുന്നത് അഞ്ചോ കേന്ദ്ര സർക്കാരാണോ? നിങ്ങൾ ഉൾപ്പെടെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അതുപോലെ കേരളത്തിലെ കോൺഗ്രസ്, BJP, SDPI ഉൾപ്പെടെയുള്ള കക്ഷികൾ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇത്തരം ഒരു കാര്യം നടത്തുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തിന്റെ വികസനത്തിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള വികസനത്തിന്റെ വസന്തത്തെ നിഷേധിക്കാൻ കഴിയില്ല. പ്രാരംഭഘട്ടം മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPM-ഉം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആരെതിർത്താലും ഈ പദ്ധതി നടപ്പാക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വന്തമായി ഫണ്ട് കണ്ടെത്തി ഈ പദ്ധതി നടപ്പാക്കും. ഈ സാമൂഹ്യാഘാത പഠനവും പാരിസ്ഥിതികാഘാത പഠനവും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് 2013 നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന പഠനങ്ങൾ അത് ഇനി പ്രതികൂലമായി വന്നാൽ പോലും ഈ പദ്ധതി നടപ്പാക്കും. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഈ നിലയിൽ ഖണ്ഡിതമായ വാദം ഉയർത്തിക്കൊണ്ട് ഇത്രയും കാലം ജനങ്ങളുടെ മുമ്പിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇവർ കേരളയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം കേന്ദ്രാനുമതി ലഭിക്കാത്തതിന്റെ പേരിലാണ്. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച. വളരെ വ്യക്തമല്ലേ, കൃത്യമല്ലേ? തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കനത്ത തിരിച്ചടിയുടെ ഫലമായിട്ടല്ലേ പുനർവിചിന്തനത്തിന് വിധേയമാകാൻ CPM-ഉം ഗവൺമെന്റും സന്നദ്ധമാകേണ്ടി വന്നത്, തയ്യാറാകേണ്ടി വന്നത്? എന്നെ സംശയിക്കരുത്. ആർക്കായത് അറിയാൻ പാടില്ലാത്തത്? കേരളയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തൃക്കാക്കരയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് P. രാജീവ് ഉൾപ്പെടെയുള്ള CPM-ന്റെ എറണാകുളത്തെ നേതൃത്വമല്ലേ? നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് പിൻവാങ്ങി. കാരണം അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് വരുന്ന ഒരു മേഖലയാണ് തൃക്കാക്കര. അപ്പൊ ആ ഒരു പ്രദേശത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യവർഗം ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ പോലും പിന്തുണ ഈ പദ്ധതിക്കില്ല എന്ന് വ്യക്തമായി ബോധ്യം വന്ന പശ്ചാത്തലത്തിൽ ആ പദ്ധതിയിൽ നിന്ന് മെല്ലെ മെല്ലെ പിന്നോട്ട് വാങ്ങി ഇപ്പൊ എല്ലാം കേന്ദ്രത്തിന്റെ ചുമലിൽ കെട്ടിവെച്ചു. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള കേവലമായ വാദമുഖം കണ്ടെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ്, എപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരാ അനുമതി കിട്ടിയാലേ നടപ്പാക്കൂ എന്ന് പറഞ്ഞത്? ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? കേരളം നാളികേരത്തിന്റെ നാടാണ്. നാളികേരത്തിന്റെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റാണ് ഈ കള്ള്. എള്ളോളം ഇതുള്ളിച്ചെന്നാൽ ഭൂലോകം തരികിടതിത്തൈ. കള്ള് ഷാപ്പുകൾ ഒരു പ്രാകൃത രീതിയിലാണ്. നല്ല ആശാരല്ലേ? എന്തോ ഒരു രഹസ്യ സങ്കേതത്തിൽ പോകുന്ന പോലെ എവിടെയെങ്കിലും ഒരു ഷെഡൊക്കെ വളച്ചു കെട്ടി ഒരു ഒളിവിൽ പോയി കഴിക്കുന്ന പോലെയാണ് പലരും പോയി കഴിക്കുന്നത്. ഇതുപോലൊരു ബാറിൽ വന്നിരുന്ന് വെള്ളം അടിക്കാൻ പറ്റുമോ? ബിവറേസിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റുമോ? ഇത് കള്ള് ലിക്കറല്ല. ഇത് കള്ള് ലിക്കറല്ല. എന്താ ചിരിക്കുന്നത്? എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോ. കള്ള് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു പോഷകാഹാര വസ്തുവാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അത് രാവിലെ എടുത്ത ഉടനെ തന്നെ അത് ഉപയോഗിക്കുന്നതിൽ വലിയ കുറ്റം പറയാനോ അല്ലെങ്കിൽ അതൊരു ലഹരിയായി മാറുന്നില്ല. കള്ള് ഷാപ്പുകൾ പ്രാകൃത കാലഘട്ടത്തിൽ നിന്ന് മാറി ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയോടുകൂടി അത് കൈമാറാൻ സാധിക്കും. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. ലഹരിയായിട്ടല്ല, അത് ലഹരി ഇല്ലാത്ത ഒരു പാനീയമാക്കി ഉപയോഗിച്ചാൽ നല്ലതാണ്. ഞാൻ അടിക്കാറില്ല, അടുപ്പിക്കാറില്ല. കുടിക്കോ? ഞാൻ കുടിക്കാറില്ല, കുടിപ്പിക്കാറില്ല. വലിക്കോ? ഞാൻ വലിക്കാറില്ല, വലിപ്പിക്കാറില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിലൊക്കെ പോയാൽ ഈ പനങ്കള്ള് രാവിലെ 4 മണിക്ക് പനങ്കള്ള് ശേഖരിച്ച് ഈ ബെട്ടി പോലെ ഉപയോഗിക്കുന്നവർ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ധാരാളം കാണും. അത് ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമാണ്. ഈ കൃത്രിമ കള്ളിനെ എല്ലാം ഒഴിവാക്കി നല്ല ശുദ്ധമായ കള്ള് കേരളത്തിന്റെ ബ്രാൻഡായി വന്നാൽ അത് ഒരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു.
ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.